യെസ്, ഈ ചാപ്റ്ററിലെ വെരി 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കോ. ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു വെക്കുകയാണ് വേണ്ടത്. ഒരു റൈറ്റ് ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരച്ചു വെക്കുകയാണ് വേണ്ടത്. ഇത് ക്ലിയർ ആണോ? ഇനി ഇതില് ഒരു സൈഡ് നമുക്ക് അറിയൂല. അറിയാത്ത സൈഡിന് എന്താണ് മാത്സിൽ കൊടുക്കുക? എക്സ്. ഇത് ക്ലിയർ ആണോ? ഇത് ക്ലിയർ ആണോ അല്ലേ? അറിയാത്ത ഒരു സൈഡിന് നമ്മൾ എക്സ് എന്നാണ് കൊടുക്കേണ്ടത്. ഇസ് ഇറ്റ് ക്ലിയർ? ഇനി നേരെ നോക്കിക്കോളൂ. വൺ സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ ഈസ് 1 centimeter ലെസ് ദാൻ twice the length of the side എന്നാണ് പറഞ്ഞത്. അപ്പൊ കുറച്ച് വലിയ വാക്കാണ് പറയുന്നത്. ഇത് മുതലാണ് തുടങ്ങേണ്ടത്. 1 centimeter ലെസ് ദാൻ എന്ന് പറഞ്ഞാൽ എന്താ? -1, ഒന്ന് കുറവാണ്. ട്വൈസ് എന്ന് പറഞ്ഞാൽ എന്താ? 2x എന്ന് ഒന്ന് കുറവാണ് മറ്റേ സൈഡ് എന്ന്. ഇത് ഉണ്ടാക്കുക എന്നുള്ളതാണ് മെയിൻ. ഒന്നുകൂടി മെല്ലെ പറഞ്ഞേരിയാണ്. നേരെ നോക്കിയിരുന്നോ. 1 സൈഡ് ഓഫ് എ റൈറ്റ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാലേ റൈറ്റ് ട്രയാങ്കിളിന്റെ ഒരു സൈഡ് 1 സെന്റിമീറ്റർ കുറവാണ് എന്ന് പറഞ്ഞാൽ 1 സെന്റിമീറ്റർ കുറവാണ്. എന്തിനേക്കാൾ? ട്വൈസ് ദ ലെങ്ത് ഓഫ് സൈഡ്. എന്താ ട്വൈസ് എന്ന് പറഞ്ഞാൽ? 2x. ഈസ് ഇറ്റ് ക്ലിയർ? അങ്ങനെയാണെങ്കിൽ അടുത്ത ലൈനൊന്ന് നിങ്ങൾ പറഞ്ഞ ഹൈപ്പോഡ്നസ് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞ. നിങ്ങളൊന്ന് വായിച്ചിട്ട് ഹൈപ്പോഡ്നസ് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞ. ഹൈപ്പോഡ്നസ് എന്താണ് നിങ്ങളൊന്ന് പറഞ്ഞ. 2x ട്വൈസ് മോർ ദാൻ 1 എന്ന് പറഞ്ഞാൽ എന്താ? 2x plus 1 ആണ്. 2x plus 1 ആണ് എന്ന്. സോ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം ഈ ഏതൊരു ട്രയാങ്കിളിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിന്റെ പേരാണ് പൈതഗോറസ് തിയറം. പൈതഗോറസ് തിയറം എന്ന് എഴുതി വെച്ച എന്താണ് പൈതഗോറസ് തിയറം? ഞങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. എന്താണ് പൈതഗോറസ് തിയറം? ഹൈപ്പോഡ്നസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അറിയാത്തവരവിടെ എഴുതി വെച്ചോളൂ. ഈ തിയറത്തിന്റെ പേരാണ് എന്ത് തിയറം? പൈതഗോറസ് തിയറം എന്നാണ് ഇതിന്റെ പേര്. പൈതഗോറസ് തിയറം എന്നാണ് ഇതിന്റെ പേര്. ഹൈപ്പോഡ്നസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. എന്താണ് ഹൈപ്പോഡ്നസ് സ്ക്വയർ നിലോടത്ത് എഴുതേണ്ടത്? എന്താണ് ഹൈപ്പോഡ്നസ് സ്ക്വയർ നിലോടത്ത് എഴുതേണ്ടത്? 2x plus 1 whole square. Any doubt? Equal to. ക്ലിയർ ആണോ? ബേസ് സ്ക്വയർ എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? ബേസ് സ്ക്വയർ എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? എക്സ് സ്ക്വയർ. ബേസ് സ്ക്വയർ എന്ന സ്ഥലത്ത് എക്സ് സ്ക്വയർ. ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ എന്ന സ്ഥലത്ത് എന്ത് എഴുതണം? 2x minus 1 whole square. ക്ലിയർ ആണോ? ദെൻ നിങ്ങൾക്ക് എല്ലാ ആളുകൾക്കും അറിയാം a plus b whole square എന്താ? നിങ്ങളൊന്ന് പറഞ്ഞ വാട്ട് ഈസ് a plus b whole square? നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചതാണ്. വാട്ട് ഈസ് a plus b whole square? വാട്ട് ഈസ് a plus b whole square? a square plus 2ab plus b square. അതേ ഫോർമാറ്റിലാണ് ഇവിടെ കിടക്കുന്നത്. 2x plus 1 whole square അല്ലേ? 2x plus 1 whole square ഇതേ ഫോർമാറ്റിലല്ലേ ഇവിടെ കിടക്കുന്നത്? നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ എന്തായിരിക്കും 2x plus 1 whole square? ഇതാണ് a, ഇതാണ് b. നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ 2x square എന്താ? 2x square എന്ന് പറഞ്ഞാൽ 4x square. മനസ്സിലായില്ല? സ്ക്വയർ വേണല്ലോ. 2ന്റെ സ്ക്വയർ 4, എക്സിന്റെ സ്ക്വയർ എക്സ് സ്ക്വയർ. ഇനി മനസ്സിലാവാൻ നല്ല പണിയെടുക്കും. ആദ്യത്തെ ടേം എ, രണ്ടാമത്തെ ടേം ബി. സോ എ സ്ക്വയർ എന്ന സ്ഥലത്ത് 4x സ്ക്വയർ പ്ലസ് 2ab ഇതിലോട്ട് എന്താ വരിക? 2 into 2x എത്ര? 2 into 2x 4x. 4x into 1 4x.
അല്ലേ? ഒന്നുകൂടി പറഞ്ഞുതരാം. ഈ മുകളിലുള്ള ആളുകളെ കൊണ്ട് ഇതിന്റെ ഉള്ളിലുള്ളത് മൊത്തം മൾട്ടിപ്ലൈ ചെയ്യണം. കാരണം കണ്ടോ 2ab 2 into 2x എന്ന് പറഞ്ഞാൽ 4x 4x into 1 എന്ന് പറഞ്ഞാൽ എന്താ 4x പ്ലസ് 1 സ്ക്വയർ എന്താ 1. സോ ഇവിടെ അത് ഒന്നും കൂടി കൊടുക്കുകയാണ്. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിട്ട് ഒന്നും കൂടി പറഞ്ഞു തരികയാണ്. ഒന്ന് നേരെ നോക്കിയിരുന്നോളൂ. ആദ്യം ചെയ്യേണ്ട പ്രോസസ് മെല്ലെ കേട്ടോ പറഞ്ഞിരുന്ന് ഇതിന്റെ സ്ക്വയർ എഴുതുക. എന്താ 2x സ്ക്വയർ? എന്താ 2 സ്ക്വയർ 4. ക്ലിയർ ആണോ? എക്സിന്റെ സ്ക്വയർ എന്താ എക്സ് സ്ക്വയർ. എനി ഡൗട്ട്? ഇനി ആ കൊമ്പത്ത് കയറി നിൽക്കുന്ന 2 ഇല്ലേ, ആ 2 കൊണ്ട് അതിന്റെ ഉള്ളിലുള്ള മുഴുവൻ ആളുകളെയും മൾട്ടിപ്ലൈ ചെയ്യണം. ഏതാ മുഴുവൻ ആളുകള്? 2 കൊമ്പത്ത് കയറിക്കണ 2 into 2x into 1. What is answer? 2 into 2x 4x into 1 4x. ക്ലിയർ ആണോ? പ്ലസ് 1 സ്ക്വയർ 1. എങ്ങനെ 1 സ്ക്വയർ വന്ന്? a പ്ലസ് ബി ഹോൾ സ്ക്വയർ a സ്ക്വയർ ചെയ്യണം, 2ab ചെയ്യണം, b സ്ക്വയറും ചെയ്യണ്ടേ? ഈക്വൽ ടു, ഞാൻ അടുത്ത ലൈനുകളൊന്ന് പറഞ്ഞ അടുത്ത ലൈന് പറഞ്ഞ എക്സ് സ്ക്വയർ ഞാൻ അതുപോലെ എഴുതി. നിങ്ങളൊന്ന് ബുദ്ധി ഉണ്ടെങ്കിൽ പറഞ്ഞ 2x മൈനസ് 1 ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാം? 2x മൈനസ് ഹോൾ സ്ക്വയർ എങ്ങനെ ചെയ്യാം? 2x മൈനസ് 1 ഹോൾ സ്ക്വയർ പറഞ്ഞോ. 4x സ്ക്വയർ മൈനസ് a മൈനസ് ബി ഹോൾ സ്ക്വയർ ആണ്. ഇത് a ഇത് b അല്ലെ? a മൈനസ് ബി ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4x സ്ക്വയർ. 2ab എന്ന് പറഞ്ഞാൽ 2 into 2x into 1 എത്ര? 4x പ്ലസ് 1. രണ്ട് സൈഡിലും ആരെങ്കിലും കോമൺ ആയി രണ്ട് സൈഡിലും ഉണ്ടെങ്കിൽ അവരൊക്കെ തല്ലിക്കൊല്ലുക. രണ്ട് സൈഡിലും ആരെങ്കിലും കോമൺ ഉണ്ടോ? 4x സ്ക്വയർ ഉണ്ട്, 4x സ്ക്വയർ ഉണ്ട്. ദെൻ 4xും 4xും കട്ട് ചെയ്യാൻ പറ്റില്ല. y പ്ലസും മൈനസും ആണ്, കട്ട് ചെയ്യാൻ പറ്റില്ല. വേറെ ആരാ കട്ട് ചെയ്യാൻ പറ്റുക? 1 1. ഇനി ആരെങ്കിലും കട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ ഞാൻ ഇവിടെ എഴുതുന്നത് ഇങ്ങനെയാണ്. ഇതില് ബാക്കിയുള്ള മുഴുവൻ ആളുകളെ എഴുതുകയാണ്. നേരെ നോക്കിക്കട്ടോ, നേരെ നോക്കിക്കോ. ഞാൻ എഴുതുന്നത് നേരെ നോക്കിക്കോളൂ. 4x ഞാൻ അതുപോലെ എഴുതി, എക്സ് സ്ക്വയർ ഞാൻ അതുപോലെ എഴുതി, 4x അതുപോലെ എഴുതി. ഇതുവരെ ക്ലിയർ ആണോ? ഇതുവരെ ക്ലിയർ ആണോ? 4x ഞാൻ അതുപോലെ എഴുതി, എക്സ് സ്ക്വയർ ഞാൻ അതുപോലെ എഴുതി, മൈനസ് 4x ഞാൻ അതുപോലെ എഴുതി. ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലും ആദ്യം വരേണ്ട ടേം ഏതാ? എക്സ് സ്ക്വയർ. സോ ഞാൻ എക്സ് സ്ക്വയർ ഇവിടെ എഴുതി. റെഡിയാണോ? മൈനസ് 4x ഞാൻ ഇവിടെ എഴുതി, ഈ മൈനസ് 4x അതുപോലെ എഴുതി, ഈ എക്സ് സ്ക്വയർ അതുപോലെ എഴുതി. ഈ പ്ലസ് 4x ഇങ്ങോട്ട് വന്ന എന്താ വരിക? മൈനസ് 4x ഈക്വൽ ടു 0. ഇനി ഇത് സോൾവ് ചെയ്യണം. നേരെ നോക്കിക്കോളൂ. ഇത് സോൾവ് ചെയ്യുക എങ്ങനെയാന്ന് ഞാൻ പറഞ്ഞതിന്. എക്സ് സ്ക്വയർ ഞാൻ അതുപോലെ എഴുതി, 4x മൈനസ് 4x മൈനസ് 4x മൈനസ് 4x. കുറെ ആൾക്കാർ 0 എന്ന് പറയുന്നുണ്ട്. 4 രൂപ കടം വാങ്ങി, 4 രൂപ കടം വാങ്ങി, 8 രൂപ കടം വാങ്ങി. ആൻസർ എക്സ് സ്ക്വയർ മൈനസ് 8x ആണ് വരിക. എക്സ് സ്ക്വയർ മൈനസ് 8x. സോ ഇത് സോൾവ് ചെയ്യൽ എങ്ങനെയെന്നാണ് പറഞ്ഞിരുന്നത്. എക്സ് സ്ക്വയർ മൈനസ് 8x ഈക്വൽ ടു 0. ഇതുവരെ ഓക്കെ ആണോ? രണ്ട് സൈഡിലും ഒരാള് കോമൺ ഉണ്ട്. ആരാണ് അയാൾ? എക്സ്. സോ എക്സ് അവിടെ എഴുതി വെച്ചോളൂ, പെൻസിൽ എടുത്ത് എഴുതി വെച്ചോളൂ. എക്സ് കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുത്തു. എക്സ് കോമൺ ആയതുകൊണ്ട് ഔട്ട് സൈഡിൽ എടുത്തു. റെഡിയല്ലേ? എക്സ് സ്ക്വയറിന്ന് എക്സ് പോയാൽ പിന്നെ ബാക്കി ആരാ അവിടെ? എക്സ് സ്ക്വയർ. ഇതാണ് എക്സ് സ്ക്വയർ. ഇവിടുന്ന് എക്സ് പോയി, ബാക്കി ആരുണ്ടാവുക? എക്സ്. 8x എക്സ് പുറത്തായി, ബാക്കി ആരുണ്ടാവുക? 8. ഇനി രണ്ട് പോസിബിലിറ്റീസ് ആണ്. ഒന്നുമില്ലെങ്കിൽ ഈ എക്സ് 0 വരാം, അല്ലെങ്കിലോ എക്സ് മൈനസ് 2 8 0 വരാം. ഇത് രണ്ടും ആണ് വരിക. ഇനി ചില ആൾക്കാർ പറയുന്നുണ്ട് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ലോ ചെയ്യാന്ന്. അപ്പൊ മുകളിലത്തെ സ്റ്റെപ്പ് തന്നെ കിട്ടുണ്ടോ? എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ, എക്സ് ഇൻറ്റു 8 8x തന്നെ കിട്ടും.
ഓക്കെ, എന്നിട്ട് പിന്നെ വീണ്ടും തന്നെ എഴുതുക, പിന്നെയും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലോ അപ്ലൈ ചെയ്യുക, പിന്നെയും തന്നെ എഴുതുക. അങ്ങനെ ചെയ്യാൻ നമ്മൾ പൊട്ടന്മാരല്ല, അതുകൊണ്ട് അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യലോ പിന്നെ ചെയ്യരുത്. യെസ്. സോ എക്സ് ഒന്നുമില്ലെങ്കിൽ 0 വരാം. ഇത് പോസിബിൾ ആണോ? ഒരു റൈറ്റ് ട്രയാങ്കിളിന്റെ സൈഡ് 0 വരുമോ? അല്ലെങ്കിൽ എക്സ് മൈനസ് 8 0 വരാം. എക്സ് മൈനസ് 8 0 എങ്കിൽ എക്സിന്റെ വാല്യൂ എന്താണ്? 8. എക്സ് ഇസ് ഈക്വൽ ടു ഈ -8 അപ്പുറത്ത് പോയ എന്താ വരിക? 8. സോ നമുക്ക് കിട്ടിയ മെഷർമെന്റുകൾ ഇതൊക്കെയാണ്. നമ്മൾ എടുത്തത് ബേസ് എക്സ് ആണ്. ഓൾട്ടിറ്റ്യൂഡ് എന്താ എടുത്തത്? 2x മൈനസ് 1 എടുത്തത്. ഹൈപ്പോട്ടനസ് എന്താ എടുത്തത്? 2x പ്ലസ് 1 ആണ് എടുത്തത്. ഇതിൽ വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നിങ്ങളൊന്ന് പറഞ്ഞ വാട്ട് ഈസ് എക്സ്? 8. ഓൾട്ടിറ്റ്യൂഡ് എന്താ വരിക? 2 × 8 മൈനസ് 2 × 8 മൈനസ് 1 എത്ര? 2 × 8 16. 16 മൈനസ് 1 15. ഇതിന്റെ ആൻസർ നിങ്ങൾ സ്വന്തം പറഞ്ഞ 2 × 8 പ്ലസ് 1 എത്ര? 17. ഇത് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ല, ടാസ്ക് ക്വസ്റ്റ്യൻ ആണ്. ഈ ചാപ്റ്ററിൽ നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് ഇത് എക്സാമിന് വരാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വേഗം ഇതൊരു പ്രാവശ്യം ചെയ്തു നോക്കൂ.